സിൽസില ഇല്ലേ എന്ന് ചോദിച്ചപ്പോ അങ്ങ് ചങ്ക് കൊണ്ടപ്പോ പറഞ്ഞു ഉണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയപ്പോ ഉണ്ട്. അപ്പൊ ഞാൻ അതെടില്ലേ, അത് ഒന്നല്ലേ ഇല്ലോ എന്റെ അടുത്ത്, അത് ഇങ്ങക്ക് തന്നാ പിന്നെ അനക്ക് എവിടെയാ സ്ഥലത്ത്? കോപ്പി തന്നാ നമ്മൾക്ക് ഫോട്ടോ നമ്മൾക്കത് പിന്നെ നിങ്ങൾ അത് തരണ്ട, നിങ്ങൾ അതിന്റെ ഒരു കോപ്പി എടുത്ത് തന്നെ എടുത്തോ. അപ്പൊ പറയാണ്, പ്രിയപ്പെട്ട ഗൾഫിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അറിയായിരിക്കും, ചില ആളുകളുണ്ട് ചില കാര്യത്തിന് വേണ്ടി ഇക്കാമ കോപ്പി എടുത്ത് ഒരുപാട് പ്രാവശ്യം കോപ്പി എടുക്കും. നമ്മൾ തമാശക്ക് പറയാറുണ്ട്, എടാ ഒരുപാട് പ്രാവശ്യം അല്ല, അതുപോലെ തന്നെ പാസ്പോർട്ട് നാട്ടിൽ നിന്ന് വിസക്ക് വേണ്ടി കോപ്പി എടുക്കുന്നവരോട് പറയാറുണ്ട് നമ്മൾ, എന്താണ് എടാ അതിന്റെ കോപ്പി ഒരുപാട് എടുത്തല്ലോ, ഇനി കോപ്പി വരൂല എന്ന് തമാശക്ക് പറയുന്നത് പോലെ നമ്മുടെ ജാലിയവാലയും ഇത് കുറെ പഴയതല്ലേ, ഇനി കോപ്പി എടുത്താൽ കോപ്പി വരില്ല, ഇത് കറുത്തു കുറെ പഴയതല്ലേ എന്ന് അദ്ദേഹം പറയുന്നത് നോക്കണേ, ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ സനത് 1400 വർഷം പഴക്കമുള്ള തുണിയിൽ, ആ സനത് 1400 വർഷം പഴക്കമുള്ള സനത് 1400 വർഷം പഴക്കമുള്ള തുണിയിൽ പൊതിഞ്ഞു വെച്ചു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. സനത് എന്ന് പറഞ്ഞ 1400, ഷെഹറെ മുബാറക്ക് ആണെങ്കിൽ അതിന് 1400 വർഷത്തിന്റെ പഴക്കം ഉണ്ടാവും. പക്ഷെ സനദിന് വർഷത്തിന്റെ പഴക്കം ഉണ്ടാകുക, അതിന്റെ വലിയ രസം. സനദിന് എങ്ങനെയാണ് 1400 വർഷത്തിന്റെ പഴക്കം ഉണ്ടാവുക? ശ്രദ്ധിക്കുക. മൈക്കിൾ 14 साल का कपड़ा भी बिल्कुल सड़ गया कपड़े में। अच्छा अच्छा अच्छा, वो जेरस भी नहीं हो रही, काला जेरस में काला काला आ रहा है सब। अच्छा, मैं उसको बताता हूँ कि सऊदी से, मैं उसको बताता हूँ, मेरा कफिल को बताता हूँ कि सऊदी से भी लेके गया, बताता हूँ. ഒരു മിനിറ്റ് അവിടെ നിർത്തണേ. പിന്നെ ഒരുപാട് ആളുകൾ ചില പ്രത്യേക സ്ഥലത്ത് നേരത്തെ ദുബൈക്കാർ പറഞ്ഞത് കൊണ്ടാണ് കുറച്ച് വൈകിട്ട് തുടങ്ങിയത്. ഇനിയിപ്പോ ഓരോ സ്ഥലത്തുള്ള സ്ഥലക്കാരൊക്കെ നിർത്താൻ തുടങ്ങിയാല് നമുക്ക് ഈ ക്ലിപ്പ് വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാല്ല അവരോടൊക്കെ ക്ഷമ ചോദിക്കുന്നു. ഈ ക്ലിപ്പ് ഏതായാലും ഇങ്ങനെ പൂർത്തിയായിട്ട് പോട്ടെ, പിന്നീട് ഇൻഷാല്ല സുന്നിസം അതിന് ഉചിതമായ ഒരു തീരുമാനം എടുക്കുന്നതാണ്. അപ്പോ ഇവിടെ ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട് എന്താണ് നമ്മുടെ ഈ പിന്നെ കഫീൽ എന്ന് പറഞ്ഞാല് കുറച്ച് ബുദ്ധിയുള്ള സാധനമാണ്, നിങ്ങളെ പോലെ തീരെ പൊട്ടനല്ലാന്ന് അത് മനസ്സിലാണ് പറഞ്ഞു കേട്ടോ. അപ്പൊ കഫീൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിയുള്ള സാധനമാണ്. ഇങ്ങനെ നമ്മളെ AP അബൂബക്കർ മുസ്ലിയാറെ പൊട്ടനാക്കിയതുപോലെ പൊട്ടനാക്കാൻ കഴിയില്ല. അദ്ദേഹം ഇതിന്റെ തെളിവുകളൊക്കെ ചോദിക്കും, തെളിവുകളും കാര്യങ്ങളൊക്കെ ചോദിക്കും. മറുപടി ാണ് ഞാൻ സനത് പിന്നെ എന്താണ് എന്നിട്ട് ഒപ്പിടും. നേലില്ലാത്തത് അതന്നെ, വേറൊന്നുമില്ല, നേലില്ലാന്ന് കാണിക്കും. അതിനോട് കൂടി അത് റസൂലുള്ളാഹിന്റെ ഷെഹർ മുബാറക്ക് ആകും എന്നാണ് പറയുന്നത്. ഒരുപാട് ഐഡിയകൾ വീണ്ടും ഹാക്കറിൽ കൂടി പോകുന്നുണ്ട്, ശ്രദ്ധിക്കുക. മൈക്ക് റിലീസ് ചെയ്യുന്നു. വീണ്ടും ഇഷ്കെ റസൂലി മൈക്കിലേക്ക് വരിക. ഹലോ, ഏതായാലും സൗദിയിലെ നിസ്കാര സമയം കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം ഇൻഷാ അല്ലാഹ്. ഏതായാലും 10 മിനിറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു 10 മിനിറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ RCKP? കാരണം അവിടുത്തെ ആളുകൾ പോകുമ്പോൾ നമ്മളെ മസ്നവി ഉസ്താദ് അടക്കമുള്ള നമ്മളെ സൂപ്പർ അഡ്മിന്മാരൊക്കെ മറ്റാരും മൈക്ക് ചാട്ടത്തിന് നൗഷാദ് സാഹിബ് അത് പറഞ്ഞതുപോലെ ഒരു 10 നിമിഷം നിങ്ങളൊന്ന് മൈക്കിൽ തുടരൂ. ഒരു 10 നിമിഷം നിങ്ങളൊരു മൈക്കിൽ തുടരൂ. ഇൻഷാല്ലാ അപ്പുറത്തേക്ക് നമ്മുടെ സൗദിയിലുള്ള പ്രവർത്തകരൊക്കെ വരും. ഇൻഷാല്ലാ നൗഷാദ് സാഹിബ് മൈക്കിലേക്ക് വരും. നൗഷാദ് സാഹിബ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? DC ആയോ? മറ്റാരും മൈക്ക് ചാടരുത്. ബാക്കി ക്ലിപ്പ് കൂടി ഇൻഷാല്ലാ ഇപ്പം തന്നെ 10 മിനിറ്റിന് ശേഷം ഇടുന്നതാണ്. നൗഷാദ് സാഹിബ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒരു ടെക്സ്റ്റ് അടിച്ചാൽ. നൗഷാദ് സാഹിബ് DC ആയോ? നൗഷാദ് സാഹിബ് DC ആയോ? നൗഷാദ് സാഹിബിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നൗഷാദ് സാഹിബ് DC ആയെന്ന് തോന്നുന്നു. അടിമാരെ ശ്രദ്ധിക്കുക. നൗഷാദ് സാഹിബ് DC ആയെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഇല്ലേ? അദ്ദേഹം ടെക്സ്റ്റ് അടിക്കുന്ന കാണുന്നില്ല. ഉണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങളൊന്ന് 10 നിമിഷം എന്നാലും മൈക്കിലേക്ക് വരൂ. ഇതുവരെ കഴിഞ്ഞ ഭാഗം നിങ്ങളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യൂ. ഇൻഷാല്ലാ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇടുന്നതാണ്. തൽക്കാലം നൗഷാദ് സാഹിബിന് വേണ്ടി ഇൻഷാല്ലാ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെ ഈ പിന്നെ കാക്കാനോട് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മൾ അബ്ദുറഹ്മാൻ സാഹിബ്, അല്ല സുഹൃത്തെ, നമ്മളെ അറബി വന്നാല് നിങ്ങൾക്കത് തർജ്ജമ ചെയ്ത് കൊടുക്കും, നിങ്ങൾക്കത് പിന്നെ അറബിയിൽ സംസാരിക്കാൻ കഴിയുമോ? അപ്പൊ ഈ കാക്ക പറയാണ്, എനിക്ക് അതിന് അറബി അറിയുന്ന ആളുകൾ ഇവിടെ അല്ല, പിന്നെ എന്റെ മരുവോൾ ഇവിടെ ഉണ്ട്,
മരുവോക്ക് ഇംഗ്ലീഷ് അറിയും, ഇംഗ്ലീഷ് സംസാരിക്കുന്ന മരുവോൾ ഇവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അറബികളെ ഒന്ന് ത്രസിപ്പിക്കാൻ വേണ്ടി ഇവരെ ഒരു ഏർപ്പാടാണത്. എന്ത് നല്ല മരുവോൾ ഇവിടെ ഉണ്ട്, നല്ല ഇംഗ്ലീഷ് അറിയുന്ന നല്ല പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ അറബികളെ കൊടുന്നോളി. ഈ ഒരു രൂപത്തിൽ പോലും ഇവിടെ ആളുകളെ ആകർഷിക്കാൻ, അല്ലെങ്കിൽ ഒരാളെ വിളിക്കാന്നല്ല പറയാൻ ഒരു മനുഷ്യൻ. ഒരു പെണ്ണുങ്ങളെ ഫോട്ടോ എടുത്തത് എന്ന് പറഞ്ഞു കണ്ട് ഒച്ചയും പൊലി ഉണ്ടാക്കിയ ആളുകളാണ് ഇവര്. നുണ പറഞ്ഞതല്ലേ നൗഷാദാസിന് അതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. എന്ത് സ്വന്തം മരുവോളെ ഇംഗ്ലീഷ് പറയാൻ വിട്ടുകൊടുക്കുകയാണ് അറബിക്ക്. ഈ ഏർപ്പാടിന് അറബിക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംഭവങ്ങളെന്ന് മനസ്സിലാക്കണം. അറബിക്ക് അറിയില്ല, പിന്നെ എനിക്ക് അറബി എവിടുന്ന് അറിയാം, ഇറാനിലൊക്കെ അറബിയാണല്ലോ. ഇറാനിൽ പോയപ്പോ അപ്പൊ സത്യത്തില് നമ്മളെ മസ്നവി എപ്പോഴും പറയലുണ്ട്, അഞ്ജനമെന്നാൽ എനിക്കറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കുന്നു. അറബി അറിയോ എന്ന് ചോദിച്ചപ്പോ അറബി എന്ന് പറയുന്ന സംഭവം സംസാരിക്കൽ ഇറാനിലല്ലേ. ഞാൻ അറബി അവിടെ അറബി കേട്ടിട്ടുണ്ട് ഇറാനിലെ. അപ്പൊ ഈ സംഭവത്തിൽ ഈ പോത്തുംകുട്ടിയുടെ ഒരു വിവരം നോക്കണങ്ങള്. ഒരു ഷെയ്ഖിന്റെ വിവരം എത്രേ? ഒന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഒന്ന് വിശദീകരിക്കുക. ഒരു ഷെയ്ഖിന്റെ വിവരം എത്രേ? സമുദ്ര സമാനോ? ഒരു മദ്ഹബിന്റെ ഇമാമിന്റെ വിവരോ? ഒരു മുജിത്തഹിദാഖാന്റെ വിവരോ? എത്ര വേണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കുക കുട്ടിക്കേ. എ പി അബൂബക്കറിനെ കൊണ്ട് പറഞ്ഞു കൊടുക്കും.